തൊടുപുഴയിൽ അട്ടിമറി സംഭവിച്ചു കഴിഞ്ഞുവെന്ന് LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴിക്കാടൻ. ജനം ഇനി വോട്ട് ചെയ്താൽ മതി. സംസ്ഥാനത്ത് LDF സർക്കാർ നടപ്പിലാക്കിയ വികസനം തൊടുപുഴയിൽ ഉണ്ടായില്ല എന്ന് സിറിയക് ചാഴിക്കാടൻ ആരോപിച്ചു. തൊടുപുഴയിലെ LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴിക്കാടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യവട്ടം മണ്ഡലങ്ങളിൽ ഒരു പര്യടനം പൂർത്തിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു റെസ്പോൺസ്? ആളുകളുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ആവേശകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും എല്ലാ പഞ്ചായത്തുകളിലെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കടവഴിയൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവരെത്രയോ സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കരുതലോടു കൂടിയാണ് വലിയ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നത്. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്താ നമ്മൾ പ്രധാനമായിട്ടൊരു വിഷയമായി ഈ മണ്ഡലത്തിൽ ഉയർത്തിക്കാട്ടും? ഞാൻ ആദ്യം മുതലേ തന്നെ സൂചിപ്പിച്ചല്ലോ, തൊടുപുഴയെ ഒരു സാറ്റലൈറ്റ് നഗരമാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നത്തിലേക്കുള്ള പുതിയ കാൽവയ്പ്പാണ് ഇത്തവണത്തെ നമ്മുടെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള കുറേയേറെ വികസനങ്ങളൊക്കെയും നടന്നിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ മണ്ണിൽ ഭരിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലെല്ലാം സമാനതകളില്ലാത്ത സർവ്വതലസ്പർശിയായിട്ടുള്ള വികസനങ്ങൾ നടന്നപ്പോൾ അതൊന്നും ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഫയലുകളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, പെൻഡിങ് ആയിട്ടുള്ള ഒരു ഫയൽ പോലുമില്ല. അതായത് കേരള കോൺഗ്രസിൻ്റെ ചെയർമാനായ PJ ജോസഫ് നിർജീവാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണോ, അല്ലെങ്കിൽ നിഷ്ക്രിയനായിരുന്നു എന്നാണോ താങ്കൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞാൽ ജോസഫ് സാറിനെ സംബന്ധിച്ച് വികസനങ്ങൾ ഒത്തിരിയും കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. ജോസഫ് സാറ് കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഈ മേഖലകളിലേക്ക് ഒത്തിരിയേറെ വികസനങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളൊക്കെയും നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരം ഇതൊരു അഭിമാന പോരാട്ടമായിരിക്കില്ലേ? പോരാട്ടം ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് തമ്മിലുള്ളത് എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് LDF UDF തമ്മിലുള്ള വലിയ ആവേശകരമായ ഒരു പോരാട്ടമാണ്. തൊടുപുഴയിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നത്? തൊടുപുഴയിൽ ഓൾറെഡി അട്ടിമറി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ വിധി എഴുതേണ്ട ദിവസം മാത്രം കാത്തിരിക്കുകയാണ്. വലിയ വിജയപ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി ഉള്ളത്. എന്തായാലും അദ്ദേഹം സജീവമായി പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.